മുന്നോട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നല്ലേ രമേശ് പിഷാരടി സംസാരിക്കേണ്ടത്, അല്ലാതെ മമ്മൂട്ടിയുടെ വീഡിയോ കോൾ ആണോ കാണേണ്ടത്? മമ്മൂട്ടി 1.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മഹാനടന്റെ പേരാ മമ്മൂട്ടി. അതേ മമ്മൂട്ടി പാലക്കാട് വരുമെന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മമ്മൂട്ടി സന്ദർശിക്കുകയും മമ്മൂട്ടി വണ്ടി ഓടിക്കുന്ന പാലത്തിന്റെ വീഡിയോ ഇടുമ്പോഴോ അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഞാൻ ജയിച്ചാൽ ഈ നാട്ടിൽ മമ്മൂട്ടി വരുമെന്ന് പറയുന്നത് ഒരു തെറ്റാണെന്ന് വിചാരിക്കുന്നില്ല. കേരളത്തിലെ നടന്മാരിൽ കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു മഹാനടനാണ് മമ്മൂട്ടി. അതുകൊണ്ട് മമ്മൂട്ടിയുടെ വീഡിയോ കാണിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഷാഫി പറമ്പിൽ പാലക്കാടിന്റെ MLA ആയിരുന്നപ്പോ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ജനതയ്ക്ക് അറിയാം, അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി ചിഹ്നത്തിൽ അവിടെ നിർത്തിയിരിക്കുന്നത് രമേശ് പിഷാരടിയെ. അതുപോലെ 10 കൊല്ലം കേരളം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാ സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി ചിഹ്നത്തിൽ നിർത്താൻ പറ്റാതെ ഏതോ ബിരിയാണിയുടെ കഥയും പറഞ്ഞുകൊണ്ട് വരുന്നത്? കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കുന്നു, BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നു. CPM 10 കൊല്ലം ഭരിച്ച പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ അവിടെ ഒരു ധൈര്യമില്ലാതെ പോകുന്നത്? അതിന്റെ പേരാണ് പൊളിറ്റിക്കൽ ഡീല്, BJPക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ഡീൽ. പാർട്ടി ചിഹ്നത്തിൽ ഒരു കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ചോദ്യം. ശരി.